ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 3 സ്റ്റാർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എയർലൈൻ സ്കേർട്ടാണ്. ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാൻറ് പീസാണ്. പാൻറ് പീസ് നല്ല വിടുത്തുള്ള ആയതുകൊണ്ട് തന്നെ 3/4 മീറ്ററേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി മെഷർമെൻറ്റ് എടുക്കാം. ആദ്യം നമ്മൾ പേപ്പറിലാണ് ചെയ്യാൻ പോകണം. അതിനുശേഷം നമുക്ക് നല്ല തുണിയിൽ ചെയ്യാം. അത് തന്നെ പേപ്പറിനെ 2ആയിട്ട് മടക്കുക. അതിനുശേഷം ഒന്നും കൂടെ മടക്കുക. നമ്മൾ ഓൾറെഡി മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പറയാം. അരവണ്ണം 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ബെൽറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് 3 ഇഞ്ച് ബെൽറ്റിനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴ്ത്തുനിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 10 ഇഞ്ചിന് 2 ഇഞ്ചിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ അടിയിൽ സർക്കിൾ ഷേപ്പ് വരാൻ വേണ്ടി 2 ഇഞ്ചിന് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ പേപ്പറിൽ ചെയ്ത പോലെ തന്നെ നല്ല തുണിയിൽ മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അരവണ്ണം 10 ഇഞ്ച്, ബെൽറ്റ് 3 ഇഞ്ച്, താഴ്ത്തുനിന്ന് 2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് താഴ്ത്ത് ഷേപ്പ് ചെയ്തത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് നിവർത്താം. നിവർത്തുമ്പോൾ ഇവിടെയും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിങ്ങനെ ഇതുപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പോർഷൻ, ഇതാണ് ബാക്ക് പോർഷൻ. രണ്ടും ഈക്വലാണ്. നമുക്കിതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാം. അപ്പം ഇതുപോലെ കിട്ടും. എന്നിട്ട് ഈ 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റ് വയ്ക്കണം. അതിനായിട്ട് ഒരു 1 ഇഞ്ച് നീട്ടത്തിൽ, 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു പൊടിക്ക് കൂടുതലോ നീട്ടത്തിൽ ഇതുപോലെ മടക്കിയടിക്കുക. ഫുള്ളായിട്ട് മടക്കിയടിക്കുക. മടക്കിയടിക്കുമ്പോൾ ഒരു 3 ഇഞ്ചോളം ഗ്യാപ്പ് വിടണം. ഇതിൽ കൂടെയാണ് നമ്മൾ എലാസ്റ്റിക് കടത്തുക. നമ്മൾ എലാസ്റ്റിക് കടത്താനായിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇഞ്ചോളം ഗ്യാപ്പും വിട്ടിട്ടുണ്ട്. ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അരവണ്ണം -5 or 4 ഇഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ നീട്ടം എന്ന് പറഞ്ഞാൽ 25 ഇഞ്ചാണ്. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്താം. നമ്മൾ ഇലാസ്റ്റിക് കടത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇലാസ്റ്റിക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. ഒരിക്കലും ഇങ്ങനെ ഇലാസ്റ്റിക് ജോയിൻ ചെയ്യരുത്. ഇതിങ്ങനെയാണ്, ഇങ്ങനെ വയ്ക്കുക. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമ്മൾ ഇവിടെയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഇലാസ്റ്റിക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇവിടെയും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബെൽറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം 1 പ്രാവശ്യം ഇതുപോലെ മടക്കുക. കഴിഞ്ഞിട്ട് ഇതുപോലെ മടക്കുക. ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഫുള്ളും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എയർലൈൻ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് സ്കേർട്ടിൻ്റെ ഫുൾ ലുക്ക്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് കുഞ്ഞൊരു ബെല്ലൈക്കൺ, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ തുടർന്ന് വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്